ഈ അഹമ്മദാബാദ് വിമാന ദുരന്തം നേരിട്ടെത്തി വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപകടമുണ്ടായ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ പരിസരത്താണ് പ്രധാനമന്ത്രി ആദ്യമെത്തിയത്. പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തി ആശ്വസിപ്പിച്ചു. ഉള്ളുലയ്ക്കുന്ന കാഴ്ചയെന്നാണ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി പ്രതികരിച്ചത്. വിമാനത്താവളത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ. അതിൽ പ്രധാനമന്ത്രി ആദ്യം ഈ സംഭവം നടന്ന സ്ഥലത്തെത്തുന്നു, പിന്നീട് ഈ പരിക്കേറ്റവരെല്ലാം നേരിൽ കണ്ട് അവരോടെല്ലാം സംസാരിക്കുന്നുമുണ്ട്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ കേന്ദ്രത്തിന് വ്യക്തമായിട്ടുണ്ട്, മാത്രമല്ല ഈ യോഗത്തിലൂടെ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ടാവും? പ്രധാനമന്ത്രി രാവിലെ തന്നെ ആദ്യം എത്തിയത് ഈ അപകടം നടന്ന സ്ഥലത്തേക്കാണ്, മേഘാനി നഗറിലേക്കാണ്. അവിടെ അപകടം നടന്ന 2 കെട്ടിടങ്ങളും പ്രധാനമന്ത്രിയും സന്ദർശിച്ചിരുന്നു. പ്രധാനമന്ത്രിക്കൊപ്പം ഗുജറാത്ത് മുഖ്യമന്ത്രിയും ഒപ്പം കേന്ദ്ര വ്യോമയാന മന്ത്രിയും ഉണ്ടായിരുന്നു. ഒപ്പം ഉന്നത സംഘവും ഉണ്ടായിരുന്നു, ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം. ഇവർ സന്ദർശിച്ച ശേഷം പിന്നീട് ആശുപത്രിയിലേക്ക് പോവുകയും പരിക്കേറ്റവരെ കാണുകയും മരിച്ച ആളുകളുടെ ബന്ധുക്കളെ സന്ദർശിച്ച് സമാധാന വാക്കുകൾ നൽകുകയും ചെയ്ത ശേഷമാണ് പ്രധാനമന്ത്രി പിന്നീട് ഒരു ഉന്നതതല യോഗത്തിലേക്ക് പോയത്. എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് വിശദമായ ഒരു വിലയിരുത്തലായിരുന്നു ഉന്നതതല യോഗത്തിൽ നടന്നത്. ഇതിനോടകം തന്നെ പ്രത്യേക അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ വ്യോമയാന മന്ത്രാലയത്തിന്റെ തരത്തിലുള്ള 2-3 അന്വേഷണങ്ങൾക്ക് ഒപ്പം തന്നെ പ്രത്യേക സമിതിയുടെ അന്വേഷണം നടക്കും എന്നുള്ളതാണ്. പ്രത്യേക സമിതി, വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പ്രത്യേക സമിതി രൂപീകരിച്ചിട്ടുണ്ട് കേന്ദ്രം. ഈ അന്വേഷണമാകും വളരെ പ്രധാനമായി കാണുക. എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ്, പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതിനൊപ്പം ഈ അപകടത്തിൽ നിന്നും ഈ സമാനമായ അപകടങ്ങൾ ഒഴിവാക്കാൻ എന്തൊക്കെ തരത്തിലുള്ള ജാഗ്രതയാണ് പാലിക്കേണ്ടതെന്ന് സംബന്ധിച്ചുള്ളൊരു പഠനവും ഈ സമിതി നടത്തും എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ കൂടി അവരോട് ശുപാർശ ചെയ്യാനായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും പഠനങ്ങൾ ഒരു വശത്ത് തുടരുന്നു. ഇപ്പോൾ ഈ കൊല്ലപ്പെട്ടവർക്ക് ഇൻഷുറൻസ് അതിവേഗം ലഭ്യമാക്കുന്നതിനടക്കമുള്ള നടപടികളും വേഗത്തിലാക്കാനുള്ള നിർദ്ദേശം പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട്. റോഷ്നി. ആദിൽ പാലോടാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്.